ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് OET റീഡിംഗ് സബ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ OET പഠിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് OET ബി പാർട്ട് അല്ലെങ്കിൽ സി പാർട്ട്. എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ? അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബും സോഷ്യൽ മീഡിയാസും എല്ലാം നമ്മൾ കയറി പരതുന്ന ഒരു സംഭവമാണ് പാർട്ട് ബിയുടെ അല്ലെങ്കിൽ പാർട്ട് സിയുടെ ഒരു ടിപ്പ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ ടിപ്പ് നോക്കി നടക്കുന്ന സമയം നന്നായിട്ടൊന്ന് വായിച്ച് അതൊന്ന് മനസ്സിലാക്കി റീഡിങ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ സ്കോർ ആ ടിപ്പ് നോക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങളുടെ സ്കോർ കൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് സ്കോർ കിട്ടണമെങ്കിൽ നന്നായിട്ട് റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാം, ഇംഗ്ലീഷ് ബുക്സ് നിങ്ങൾക്ക് വായിക്കാം, റെഫർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, ആ ഒരു ഗൂഗിൾ എടുത്ത് അതിൻ്റെ ഇടത് ഭാഗത്തൊക്കെ ഒന്ന് നമ്മളൊന്ന് സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വരുന്നത് ഒത്തിരിയേറെ ന്യൂസുകളായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്വിക്ക് റീഡിങ് നമ്മൾ ഡെവലപ്പ് ചെയ്ത്, അതായത് നമ്മൾ ഫാസ്റ്റായിട്ട് വായിക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ് നിങ്ങൾ അറിയാതെ വരെ സ്കോർ കിട്ടുന്നത്. അതുകൊണ്ടാണ് പലരും റീഡിങ്ങിന് നല്ല സ്കോറൊക്കെ കിട്ടിയിട്ട് നമ്മുടെ അക്കാദമിയിലൊക്കെ വന്നിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അവരോട് നമ്മൾ പേഴ്സണലായിട്ട് ഒന്ന് വന്ന് ചോദിക്കും, ചേച്ചി എങ്ങനെയാണ് ഒപ്പിച്ചത്? അപ്പൊ അവർ പറയുന്ന കാര്യമുണ്ട്, എടി എനിക്കറിയില്ല, എടി ദൈവം സഹായിച്ചു അല്ലേ, അല്ലെങ്കിൽ എനിക്കറിയില്ല അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് സ്കോർ കിട്ടി. അപ്പൊ ആ കിട്ടിയത് എങ്ങനെയാണ്? അവർ ആ റീഡിങ്ങുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു റീഡിങ് കപ്പാസിറ്റി അവർക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ തന്നെയാണ് ഈ റീഡിങ്ങിൽ അവർക്ക് നല്ല സ്കോറോടുകൂടി പാസ്സാകാനായിട്ട് സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഒത്തിരി ടിപ്സ് ഒക്കെ നോക്കി നടക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ, ഏറ്റവും നന്നായിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള ഒരു വീഡിയോ കൂടി തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ രീതിയിൽ നിങ്ങളൊന്ന് റീഡിങ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല സ്കോറോട് കൂടി നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കും. This is Leo signing off from Anna OET Academy and Kamali.